മഹാവിസ്ഫോടനത്തിന് ശേഷം പൊടിപടലങ്ങളെല്ലാം തെറിച്ചു വീണതിന് ശേഷം ആകാശത്തിൽ താരങ്ങൾ തെളിഞ്ഞു വരും. രതീഷിന്റെ ഇജക്ഷൻ അതിന് ലാലേട്ടൻ വളരെ കാവ്യാത്മകമായി കൊടുത്ത ഒരു റിയാക്ഷൻ ആയിരുന്നു ഈ ഒരു ഡയലോഗ്. വിസ്ഫോടനത്തിൽ പൊടിയെല്ലാം പോയി കഴിഞ്ഞ് ആകാശത്തിലെ താരങ്ങൾ വരുമെന്ന പ്രേക്ഷക വിധി പ്രകാരമാണ് രതീഷിനെ പുറത്താക്കിയത് എന്നാണ് ലാലേട്ടനും ബിഗ് ബോസും ഒക്കെ പറഞ്ഞതെങ്കിലും എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെയാണ് എന്ന്. സുരേഷ് മേനോൻ, നോറ മുസ്കാൻ ഇവരൊക്കെ അൺഒഫീഷ്യൽ വോട്ടിങ്ങിൽ രതീഷിനേക്കാൾ ഒരുപാട് പിന്നിലായിരുന്നു. അവരൊക്കെ ഇപ്പോഴും അവിടെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഇനി ഒഫീഷ്യൽ വോട്ടിങ്ങിൽ എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു അട്ടിമറി നടന്നു എന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. കാരണം രതീഷ് കുമാർ വാസ് എ കണ്ടന്റ് മേക്കർ, പ്യോർ BB മെറ്റീരിയൽ ആൻഡ് എന്റർടൈനർ. ശരിയാണ്, അദ്ദേഹം ഇത്തിരി ഓവറായിരുന്നു, അത് അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട് ലാലേട്ടന്റെ അടുത്ത്. പക്ഷെ ഒരിക്കലും പ്രേക്ഷകർ രതീഷിനെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാനാവില്ല. എന്ത് അട്ടിമറി നടന്നു എന്ന് പറഞ്ഞാലും നമ്മളും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത് എന്ന് ബിഗ് ബോസ് ക്രൂ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. അവിടെയുള്ള തമ്പുരാട്ടിമാരെയും പിന്നെ കുറെ ഇലൈറ്റിസ്റ്റ് അണ്ണന്മാരെയും പോഷിപ്പിക്കാൻ വേണ്ടി കണ്ടന്റുകൾ തന്ന് ഷോയ്ക്ക് മൈലേജ് കൂട്ടിയ ഒരാളെയാണ് അവര് പുറത്താക്കിയിരിക്കുന്നത്. നാളെ മുതൽ ഒരു കണ്ടന്റും കിട്ടാതെ വലയുമ്പോൾ ഇവഞ്ച്വലി അവര് രതീഷിനെ തിരിച്ച് തേടി വരുമായിരിക്കാം. അല്ലെങ്കിൽ ചാലഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വേറെ ആളുകളെ കൊണ്ടുവരും, കഴിഞ്ഞ സീസണിലൊക്കെ കൊണ്ടുവന്നത് പോലെ. എന്തു തന്നെയായാലും ബിഗ് ബോസിന് ഒരാളെ ഇജക്ട് ചെയ്യാൻ ഇങ്ങനെ വളഞ്ഞു മൂക്കിൽ പിടിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മിസ്റ്റർ രതീഷ് കുമാർ, നിങ്ങൾ ഞങ്ങളുടെ നിയമങ്ങൾ ലംഘിച്ചു, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുകയാണ്. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അതിലൊരു മാന്യതയുണ്ടായിരുന്നു, അതായിരുന്നു നല്ലത്. പ്രേക്ഷകരെ പൊട്ടന്മാരാക്കില്ലായിരുന്നു. അല്ലാതെ ബിഗ് ബോസിന് ഒരാളെ എജക്ട് ചെയ്യാൻ അതിൽ പ്രേക്ഷകരെ കൂട്ടുപിടിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. അതാണ് എന്റെ ആദ്യത്തെ പോയിന്റ്. പിന്നെ രതീഷ് അവിടെ അഭിനയിക്കുകയായിരുന്നു എന്ന് പറയാതെ പുള്ളി തന്നെ അവിടെ പറഞ്ഞു കഴിഞ്ഞു, ഇതല്ല എന്റെ സ്വഭാവം, ഞാൻ ഇങ്ങനെ ഒരു ചൊറിയൻ ക്യാരക്ടർ അല്ല, എന്നെ നിങ്ങൾ വെറുക്കരുത്. അത് പറയാനും ഒരാൾക്കൊരു മനസ്സ് വേണം. അയാൾ ആഗ്രഹിച്ചു വന്ന ഒരു ഫെയിമും മൈലേജും എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്ന് മാത്രമായിരിക്കാം പുള്ളി ചിന്തിച്ചിട്ടുണ്ടാവുക. അതിൽ നമുക്ക് ഒരിക്കലും രതീഷിനെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തിരി ഓവർ ആവേണ്ടി വന്നതായിരിക്കാം. അതിന്റെ കുറ്റബോധമാണ് രതീഷ് പോവാൻ നേരത്ത് ലാലേട്ടന്റെ അടുത്ത് കാണിച്ചത്. അപ്പൊ പോലും ആ ഒരു ക്രൂ മെമ്പേഴ്സിന് രതീഷിന് ഒരു അവസരം കൂടി കൊടുക്കാമായിരുന്നു. ഞാൻ ഈ പ്ലാറ്റ്ഫോമിനെ മിസ്യൂസ് ചെയ്തു എന്ന് രതീഷ് പച്ചയ്ക്ക് പറഞ്ഞു. ഇത്രയും സീസൺസ് കണ്ടതിൽ ആരും ഇത്രയ്ക്കും റിയൽ ആയിട്ട് നിന്ന് സംസാരിക്കുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. വാർത്തകൾ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ തന്നെയായിരുന്നു ഇത്. ഷോയെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കും സീൻ മാറ്റിയൊരു എവിക്ഷൻ തന്നെയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഒരു വോട്ടിംഗ് റിസൾട്ട് സത്യമാണെങ്കിൽ, അട്ടിമറി നടന്നു എങ്കിൽ പ്രേക്ഷകരും മാറ്റി പിടിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. രാജാവും റാണിയും അലർച്ചയും ബഹളവും ഒന്നുമില്ലാത്തൊരു സീസൺ പ്രേക്ഷകരും ആഗ്രഹിച്ചു കാണുമെന്നാണ് ഈ ഒരു വോട്ടിംഗ് റിസൾട്ട് ശരിയാണെങ്കിൽ അത് വ്യക്തമാക്കുന്നത്. ഇനി അതല്ല, ഇതൊരു റിജക്ഷൻ ആണ്, ലാലേട്ടനും ബിഗ് ബോസ് ക്രൂ എല്ലാം പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുകയാണെങ്കിൽ അത് പ്രേക്ഷകരുടെ നെഞ്ചത്തേക്ക് വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല, അൺഫെയർ എന്ന് തന്നെ പറയും. എനിക്ക് തോന്നുന്നത് അട്ടിമറി ഒന്നും അല്ല എന്ന് തന്നെയാണ്. വോട്ട് ഉണ്ടായിട്ടും രതീഷിനെ പുറത്താക്കി, ഇതാണ് എന്റെ ഒരു അഭിപ്രായം. അട്ടിമറി നടന്നുവെങ്കിൽ അതെങ്ങനെ നടന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ലാസ്റ്റ് സംസാരിച്ച ആ ഒരു രീതിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു പ്ലാൻഡ് റിജക്ഷൻ തന്നെയാണ്. എന്നിട്ട് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കിയതാണ്. അൺഫെയർ എന്നേ എനിക്ക് പറയാനുള്ളൂ. കണ്ടന്റ് ഇല്ലാതെ നാളെ മുതൽ ഉറക്കം തൂങ്ങിയ പോലെ ആയിരിക്കും ലൈവ് ഒക്കെ.